വെൽക്കം ടു എം ഫേവർ ലേണിംഗ് ആപ്പ്. അപ്പം ആക്ച്വലി മൈസെൽഫ് ബുഷ്ര. ഇപ്പൊ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന് വേണ്ടി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ നമ്മുടെ കോഴ്സസ് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ എം ഫേവറിൽ ഫസ്റ്റ് നമ്മളിപ്പോ ബേസിക്കലി ഇരുന്നായിരിക്കും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. സോ ബേസിക്കലി ഇരുന്ന് മെയിനിലോട്ടായിരിക്കും വരിക. ഓക്കെ. സോ ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. സോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഇപ്പൊ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ആക്ച്വലി ഇറ്റ് ഈസ് വൺ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് used for summarizing all set of data by identifying a central point within data. That means measure of central tendency എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ്. എന്തിനു വേണ്ടിയിട്ട് ആക്ച്വലി യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ടാകും. സോ ഈ സെറ്റ് ഓഫ് ഡാറ്റയിൽ നിന്നാണ് നമ്മൾ ആ ഡാറ്റ സെൻട്രൽ പോയിന്റ് ആണോ അല്ലെങ്കിൽ അതിന്റെ ഡാറ്റ എങ്ങനെയാണ് അതിന്റെ സീരീസസ് എങ്ങനെയാണ് അനലൈസ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്തിരിക്കുന്നത്. സോ ആക്ച്വലി എന്തിനാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഇറ്റ് ഈസ് മെയിൻലി ഹെൽപ്സ് ടു ഡിസ്ക്രൈബ് ടിപ്പിക്കൽ ഓർ ആവറേജ് വാല്യൂ ഇൻ എ ഡാറ്റ സെറ്റ്. ഒരു ഡാറ്റ സെറ്റിന്റെ ആവറേജ് വാല്യൂ എങ്ങനെയാണ്, ഒരു ഡാറ്റ എങ്ങനെ അനലൈസ് ചെയ്യണം. സോ ഇതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആണ് ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ മെയിൻ ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ. സോ സിമ്പിൾ ആയി പറയണമെന്നുണ്ടെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ്. Actually, it is used for summarizing a set of data for identifying. എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്? The purpose is to mainly for identifying a central point within data, not only for identifying a central point within data, but also for describing main average value in the data set. So it is very important in data analysis. Okay. So statistical tool ആണ് measure of central എന്ന് പറയുന്നത്. ഒരു ഡാറ്റ സെറ്റിലെ സെൻട്രൽ പോയിന്റ് അല്ലെങ്കിൽ അതിന്റെ ആവറേജ് വാല്യൂ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ നമുക്കിപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. സോ ഫസ്റ്റ് ബേസിക്കലി തന്നെ വരിക എം ഫേവർ ലേണിംഗ് ആപ്പ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് തന്നെ വരിക. ഓക്കെ. സോ 3 മെയിൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ മീൻ, നെക്സ്റ്റ് മീഡിയൻ, മോഡ്. മീൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയി പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് അതിനൂടെയാണ് അർത്തമെറ്റിക് വാല്യൂ. അതേപോലെ മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂ. സോ മീഡിയൻ എന്ന് പറയുമ്പോൾ തന്നെ വേർഡ് ഫ്രം ദ വേർഡ് ഇറ്റ്സെൽഫ് വി കാൻ ഏബിൾ ടു നോ ദാറ്റ് ദാറ്റ് ഈസ് മിഡിൽ വാല്യൂ. നെക്സ്റ്റ് വൺ ആണ് മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫ്രീക്വന്റ് വാല്യൂ. ഫ്രീക്വന്റ് എന്ന് പറയുന്നത് എപ്പോഴും റിപ്പീറ്റ് ചെയ്തല്ല, ഫ്രീക്വന്റ് ആയിട്ട് എപ്പോഴും സംഭവിച്ചിരിക്കുന്നത് എന്താണ്? സോ അതാണ് മോസ്റ്റ് ഫ്രീക്വന്റ് വാല്യൂ. സോ ഏതൊക്കെയാണ് 3 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി? ഫസ്റ്റ് വൺ ഈസ് മീൻ, നെക്സ്റ്റ് മീഡിയൻ, നെക്സ്റ്റ് മോഡ്. ഓക്കെ. സോ ഫസ്റ്റിലോട്ട് നമുക്ക് കിടക്കാം. So first one is mean. Mean means it is the average of a set of numbers. It is calculated by adding all numbers in a set and divided by the total number of values. So mean എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പേഴ്സ് ആണ്. നമുക്കത് പ്രോബ്ലം പ്രാക്ടിക്കലി നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. സോ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ എങ്ങനെയാ ചെയ്യുക? ഒരു സെറ്റില് ഏതൊക്കെയാണോ ഡാറ്റ തന്നിരിക്കുന്നത് അത് എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്തിരിക്കണം. ആ തന്നിരിക്കുന്ന നമ്പേഴ്സ് ആഡ് ചെയ്തതിനു ശേഷം ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചെയ്യണം. ഓക്കെ. നമുക്കത് ഫോർമുല ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. സോ എന്തായിരുന്നു മീൻ? ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ ഫസ്റ്റ് ഇതാണ്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ ഫസ്റ്റ് വൺ ആണ് ഏത്? മീൻ. സോ മീൻ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ്, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് ആണ് മീൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എല്ലാ നമ്പേഴ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അതേസമയം ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്. എത്രയാണോ തന്നിരിക്കുന്നത് അത് എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ഫോർമുല എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സോ മീൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ഓക്കെ. സോ എങ്ങനെയായിരുന്നു മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? മീൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ അതിന്റെ സമ്മ്. സോ സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ. സോ മീൻ എന്തായിരുന്നു? ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിരിക്കുന്നതിന്റെ ആവറേജ് ആണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? തന്നിരിക്കുന്ന നമ്പേഴ്സ് ഫുള്ളും ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? അത് ഡിവൈഡ്. മീഡിയൻ ഈസ് എ മിഡിൽ വാല്യൂ ഓഫ് സെറ്റ് ഓഫ് നമ്പേഴ്സ്. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മിഡിൽ വാല്യൂ ആണ് മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് എന്തും കൂടിയാണ്? മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. സോ അതേപോലെ അതിന്റെ കൂടെ എന്തും ഉണ്ടാകും? മീനും ഉണ്ടാകും, മോഡും ഉണ്ടാകും. അപ്പൊ നിങ്ങൾ അങ്ങനെ കൺഫ്യൂസ് ആകേണ്ട കാര്യമില്ല. സ്റ്റാറ്റിസ്റ്റിക്കലി മീഡിയൻ എന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ മിഡിൽ വാല്യൂ ആണ് മീഡിയൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് എന്താണ്? മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയും കൂടിയാണ്. ഓക്കെ. സോ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? മിഡിൽ നമ്പർ ആണ്. അതേപോലെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? ഇപ്പം ക്വസ്റ്റ്യനിൽ ഇപ്പം അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് തരാനുള്ള ചാൻസ് കുറവാണ്. നമ്മളൊരു ഡാറ്റ നോക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണം? ഓർഡർ അത് ചെയ്യണം. ഓക്കെ. സോ അതൊരു പ്രോബ്ലം നമുക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. സോ
മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇറ്റ് ഈസ് എ മിഡിൽ വാല്യൂ ഓഫ് സെറ്റ് ഓഫ് നമ്പർ. സെറ്റ് ഓഫ് നമ്പേഴ്സ് എന്നുണ്ടെങ്കിൽ അതിന്റെ മിഡിൽ വാല്യൂ ആയിരുന്നു. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. ഓക്കെ, സോ നോട്ട് ഓൺലി ദാറ്റ് മീഡിയൻ ഈസ് എ മിഡിൽ നമ്പർ. സോ മിഡിൽ നമ്പർ ആണ് മീഡിയൻ. അതേപോലെ നമ്മൾ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കണം? either whether it is ascending ആണെങ്കിൽ ഡിസെൻഡിങ് ആണ്, we have to just sort the list. ഓക്കെ, ഇതാണ് മീഡിയൻ. സോ ഫസ്റ്റ് എന്തായിരുന്നു? മീൻ, നെക്സ്റ്റ് മീഡിയൻ. മീന്റെ ഫോർമുല mean is equal to sum of all observation by total number of observation. നെക്സ്റ്റ് ആണ് മീഡിയൻ. എന്തായിരുന്നു? ഒരു നമ്പർ ഓഫ് ഡാറ്റ സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ മിഡിൽ വാല്യൂ ആണ് തന്നിരിക്കുന്ന ഡാറ്റ സെറ്റ്. വി ഹാവ് ടു അറേഞ്ച് ദ മോഡ് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് നമ്പർ. ഓക്കെ, നെക്സ്റ്റ് ആണ് മോഡ്. തേർഡ് വൺ ആണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ തേർഡ് വൺ ആണ് മോഡ്. സോ മോഡ് മീൻസ് ഇറ്റ് ഈസ് എ വാല്യൂ ദാറ്റ് അപ്പിയേഴ്സ് മോസ്റ്റ് ഫ്രീക്വന്റ് ഇൻ ഡാറ്റ. ഒരു ഡാറ്റ സെറ്റിൽ മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് നമ്പർ ഏതൊക്കെയാണ് അപ്പിയർ ആവുന്നത്? ഇപ്പൊ 1 2 2 3 3 3 3 4 5 എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ടേംസിൽ ഏതാ റിപ്പീറ്റ് ചെയ്യുന്ന? ഒത്തിരി 3 ആണ്. അപ്പൊ ആ 3 ആണ് നമ്മുടെ മോഡ്. അത്രേ ഉള്ളൂ. സോ എ സെറ്റ് ഓഫ് ഡാറ്റ മേ ഹാവ് ഒരേ ഒരു മോഡ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയാ? എ സെറ്റ് ഓഫ് ഡാറ്റ മേ ഹാവ് വൺ മോഡ്. ഇറ്റ് ഈസ് നോൺ ആസ് യൂണി വാല്യൂ. യൂണി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്. ഓക്കെ, മോർ ദാൻ വൺ മോഡ് എന്ന് വെച്ചാൽ മൾട്ടി വാല്യൂ. നോ മോഡ് അല്ലെങ്കിൽ നോ വാല്യൂ, ഒരു വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നോ മോഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? സീറോ വാല്യൂ ആണ്. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു? Mode, which means it is a value that appears most frequently in a data set. That means ഇത് ഏതാണോ ഫ്രീക്വന്റ് ആയിട്ട് അപ്പിയർ ചെയ്തിരിക്കുന്നത് അതാണ് മോഡ് എന്ന് പറയുന്നത്. വൺ മോഡ്, ഒരു മോഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് നോൺ ആസ് യൂണി വാല്യൂ ആണ്. മോർ ദാൻ വൺ മോഡ് ആണെങ്കിൽ അത് മൾട്ടി വാല്യൂ ആണ്. നോ മോഡ് ആണെങ്കിൽ അത് എന്താണ്? സീറോ വാല്യൂ. ഒരു വാല്യൂ റിപ്പീറ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിലും അതെന്താ? സീറോ വാല്യൂ ആണ്. ഓക്കെ, so what are the three types of measure of central tendency? First one mean, second median, third one mode. So mean, what is the formula for calculating mean? Mean is equal to sum of all observation by total number of observation. നെക്സ്റ്റ് ആണ് മീഡിയൻ എന്ന് വെച്ചാൽ എങ്ങനെയായിരുന്നു? മീഡിയൻ എന്ന് വെച്ചാൽ മിഡിൽ വാല്യൂ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അറേഞ്ച് ദ ഡാറ്റ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് നമ്പേഴ്സ്. ഓക്കെ, സോ ഹൗ ടു കാൽക്കുലേറ്റ് മോഡ്? ദാറ്റ് ഈസ് മോഡ് മീൻസ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഇൻ എ ഡാറ്റ സെറ്റ്. മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് ഏതാണോ നമ്പേഴ്സ് അപ്പിയർ ആവുന്നത് അതാണ് മോഡ് എന്ന് പറയുന്നത്. ഇഫ് സെറ്റ് ഓഫ് നമ്പേഴ്സിൽ വൺ മോഡ് ആണെന്നുണ്ടെങ്കിൽ യൂണി വാല്യൂ. ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ വൺ മോഡ്, multi value. If it is no mode or no value is repeat, so it is considered as zero value. Okay, so ഈ മൂന്ന് കോൺസെപ്റ്റ് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ആണ് നമ്മളിപ്പം മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മീൻ, മീഡിയൻ, മോഡ് ഈ മൂന്നെണ്ണമാണ് നോക്കിയത് അല്ലെ. സോ അതിൽ ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇൻ ദ കേസ് ഓഫ് ഇൻഡിവിജ്വൽ സീരീസ് മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഈ ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ കാൽക്കുലേറ്റർ അതേപോലെ ജസ്റ്റ് നോട്ട്സ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഒന്ന് റെഡി ആയിട്ട് തന്നെ പോകാം. ഒപ്പം തന്നെ നിങ്ങൾ പഠിച്ചും പോകും. ഓക്കെ, സോ ഫൈൻഡ് ദ മീൻ ഓഫ് ദ ഫസ്റ്റ് 10 ഓഡ് ഇൻഡിജേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മീൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് 10 ഓഡ് ഇൻഡിജർ തന്നിരിക്കുന്നത്. എന്തൊക്കെ ഓഡ് ഇൻഡിജേഴ്സ്? 1 3 5 7 9 11 13 15 17 19. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, മീൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയെന്നറിയാം? കാൽക്കുലേറ്റർ ഇവിടെ ജസ്റ്റ് ക്വസ്റ്റിനെ തന്നിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ മീൻ ഓഫ് ദ ഫസ്റ്റ് 10 ഓഡ് ഇൻഡിജർ. ഇതേ തന്നിട്ടുള്ളൂ. 10 ഓഡ് ഇൻഡിജർ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം എഴുതണം. ഓഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഒറ്റ സംഖ്യ ഏതൊക്കെയാ? 1 3 5 7 9 11 30 50 79 ലൈക്ക് ദാറ്റ്. സോ ഫസ്റ്റ് 10 ഓഡ് ഇൻഡിജേഴ്സ് കോളൻ ഇട്ടിട്ട് എഴുതുക. 1 3 5 7 9 11 13 50 17 19 എഴുതുക. ഓക്കെ, ബിക്കോസ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ മീൻ ഓഫ് ദ ഫസ്റ്റ് 10 ഓഡ് ഇൻഡിജേഴ്സിന്റെ മീൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. സോ മീനിന്റെ ഫോർമുല എന്തായിരുന്നു? സം ഓഫ് ഫസ്റ്റ് 10 ഓഡ് ഇൻഡിജർ ബൈ നമ്പർ ഓഫ് സച്ച് ഇൻഡിജർ. നിങ്ങൾ ഒത്തിരി കൺഫ്യൂസ് ആകാൻ നിൽക്കണ്ട. നമ്മൾ മീൻ ഓൾറെഡി നമ്മൾ പറഞ്ഞ ഇക്വേഷൻ എന്തായിരുന്നു? സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആയിരുന്നു. സോ ഇവിടെ നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് എന്തായിരുന്നു ചെയ്യേണ്ടത്? ഫസ്റ്റ് 1 3 5 7 തൊട്ട് 19 വരെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ജസ്റ്റ് ആഡ് ചെയ്തിരിക്കണം. അതേ ഡിവൈഡർ ബൈ എത്ര നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്? 1 2 3 4 5 6 7 8 9 10. ടോട്ടൽ എത്ര തന്നിട്ടുണ്ട്? 10 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്ത് ചെയ്തിരിക്കണം? 1 ഇരുന്നു 19 വരയ്ക്കും ആഡ് ചെയ്തു. വി ഹാവ് ടു ആഡ് ഫ്രം 1 to 19. സോ ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ജസ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. ടോട്ടൽ നമ്പർ നമുക്ക് എത്ര തന്നിരിക്കണം? കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് 10 കിട്ടും. സോ ടോട്ടൽ ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം 1 to 90 വരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എത്ര കിട്ടും? 100 കിട്ടും. സോ 100 ബൈ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് എത്ര? 10. സോ 100 ബൈ 10 ഈസ് ഈക്വൽ ടു എത്ര? 10. നമുക്ക് ഒന്നില്ലെങ്കിൽ 10 എങ്ങനെ കിട്ടാം? 0 0 ക്യാൻസൽ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് നോർമലി ഡിവൈഡും ചെയ്യാം. അപ്പൊ ഏതാ? 10. ഓക്കെ, സോ therefore മീൻ ഓഫ് ദ ഫസ്റ്റ് 10 ഓഡ് ഇൻഡിജർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? 10. ഓക്കെ, സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്. സം എന്ന് പറഞ്ഞാൽ എന്താ? 1 തൊട്ട് 19 വരയ്ക്കും ആഡ് ചെയ്യുക. 1 + 3 + 5 + 7 + 9 + 11 + 13 + 15 + 17 + 19 ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്. അതാണ് നമ്മുടെ മീൻ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അത് ഇത് ഏത് സീരീസിലായിരുന്നു? ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് വെച്ചാൽ
ഇൻഡിവിജ്വൽ സീരീസ് ഒറ്റ നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓഡ് നമ്പേഴ്സ് അല്ല ഉദ്ദേശിക്കുന്ന ഒരു സീരീസ് മാത്രം, ഒരൊറ്റ ക്ലാസ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. ഇപ്പം നമ്പേഴ്സ് മാത്രം ഒരു ഒറ്റ കോളത്തിലായിരിക്കും തന്നിട്ടുണ്ടാവുക. വേറെ 2 കോളം ഉണ്ടാവില്ല, ഒരു കോളത്തിലുള്ള നമ്പേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അതാണ് ഇൻഡിവിജ്വൽ പറഞ്ഞ ഇൻഡിവിജ്വൽ മാത്രമല്ല ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ മെഷർ ഓഫ് സെന്റർ ടെൻഡൻസിയിലെ ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആയിരുന്നു മീൻ. സോ മീൻ ഈക്വൽ ടു എന്തായിരുന്നു? സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. നെക്സ്റ്റ് ആണ് മീഡിയൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ മീഡിയൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ സെറ്റ്? സോ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മീഡിയൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? മിഡിൽ വാല്യൂ, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ മിഡിൽ വാല്യൂ ആയിരുന്നു മീഡിയൻ എന്ന് വെച്ചാൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്താ? മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് അല്ലെ. തന്നിരിക്കുന്ന നമ്പേഴ്സ് നമ്മൾ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം പറഞ്ഞു? അസെൻഡിങ് ഓർഡറിലും അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലും അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. സോ ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്തു? മീൻ കാൽക്കുലേറ്റ് ചെയ്ത് ജസ്റ്റ് വി ഹാവ് ടു ജസ്റ്റ് ഗോ ത്രൂ ദ നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ, ദാറ്റ് ഈസ് മീഡിയൻ. സോ വാട്ട് ഈസ് ദ മീഡിയൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ഈ ഡാറ്റ നോക്കുമ്പോൾ തന്നെ അറിയാം അത് അസെൻഡിങ്ങിലും അല്ല ഡിസെൻഡിങ്ങിലും, മീൻസ് എല്ലാം ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ജസ്റ്റ് സോർട്ട് ഔട്ട് ദ ലിസ്റ്റ്. ഓക്കെ, സോ അസെൻഡിങ് ഓർഡർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡിവൈഡ് ചെയ്തിരിക്കണം എന്ന് വെച്ചാൽ സ്മോൾ നമ്പേഴ്സ് ഇരുന്ന് ഹൈ നമ്പർ വരയ്ക്ക് നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് അറേഞ്ച് ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഒന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് എന്തായിരുന്നു? 6 അല്ലെ. നെക്സ്റ്റ് എന്തായിരുന്നു? അടുത്ത നമ്പർ 8. അതേപോലെ നെക്സ്റ്റ് ഉണ്ടായിരുന്നു 10. അടുത്ത നമ്പർ നെക്സ്റ്റ് 10 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, 10. അതേപോലെ ഓരോന്നും അറേഞ്ച് ചെയ്യുക. 11. നെക്സ്റ്റ് 12. അതേപോലെ നെക്സ്റ്റ് 12 റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താ. 12. അതേപോലെ നെക്സ്റ്റ് 15. നെക്സ്റ്റ് 16. അതേ ഇവിടെ ഒരു 16 ഉണ്ട്. അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്ന ജസ്റ്റ് നമ്പർ നിങ്ങൾ എന്താണെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, 16 എവിടെയാണ് റിപ്പീറ്റ് ചെയ്ത് നോക്കിയതാ? ഇവിടെ ഒരു 16. അതേപോലെ നെക്സ്റ്റ് 17, 18. ഇനി നെക്സ്റ്റ് 20 എവിടെയാ കൊടുത്തിരിക്കുന്നത്? ഇതാ 20. ഒന്നും വിട്ടു പോകരുതേ, ഒന്ന് ജസ്റ്റ് നന്നായി ഒന്ന് ലിസൺ ചെയ്തിട്ട് ചെയ്യണം. 21. നെക്സ്റ്റ് 23, 24. വീണ്ടും 24 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും അതേപോലെ 24 എവിടെ റിപ്പീറ്റ് ചെയ്യുന്ന? ഫസ്റ്റില് 24. നെക്സ്റ്റ് എന്താണ്? 29. 29 എവിടെ തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. 29. 30 എവിടെയാ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. 30ക്ക് ശേഷം വേറെ ഏതാ നമ്പേഴ്സ് വരാ? 30 നമ്മൾ ഫസ്റ്റ് റോ ഫുൾ ആയിട്ട് നോക്കുക. അതേപോലെ ഉണ്ടോ എന്നത് നന്നായി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അതിനുശേഷമാണ് 30 കഴിഞ്ഞാൽ എന്താ നോക്കണ്ടേ? 31 അതേപോലെ ഫസ്റ്റ് റോ സെക്കൻഡ് റോ ആയിട്ട് നിങ്ങൾ ഫുൾ ആയി നോക്കുമ്പോൾ പെട്ടെന്ന് തെറ്റില്ല. സോ 31 കഴിഞ്ഞാൽ എന്താ? നെക്സ്റ്റ് 32 റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ നിങ്ങൾ ഫസ്റ്റ് റോ സെക്കൻഡ് റോ തേർഡ് റോ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ് 35 അതേപോലെ ഫസ്റ്റ് റോ നമ്മൾ ചെക്ക് ചെയ്യുക, സെക്കൻഡ് റോ നമ്മൾ ചെക്ക് ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് എന്താ വന്നിരിക്കുന്നത്? 36 അല്ലെ. 36 അതേപോലെ ഫസ്റ്റ് റോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. 36. നെക്സ്റ്റ് എന്താ? 39 എന്തായിരുന്നു? ഇതവിടെ തന്നിട്ടുണ്ട്. ഇനി അതേപോലെ 40 എവിടെ തന്നിരിക്കുന്നത്? ജസ്റ്റ് ഫസ്റ്റ് റോ നമ്മൾ നോക്കുക, അതിൽ 40. സോ നമുക്ക് ജസ്റ്റ് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്പർ ഓഫ് വാല്യൂസ് ഇൻ ദ ഡാറ്റ സെറ്റ് ജസ്റ്റ് എല്ലാം കൗണ്ട് ചെയ്യുക. എങ്ങനെയാ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 like that. 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 28, 29, 30 അല്ലെ. സോ 29. അപ്പൊ ഇപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ എത്രയാണ് തന്നിരിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് ഇൻ ദ ഡാറ്റ സെറ്റ് ഈസ് ഈക്വൽ ടു 30 ആണ് തന്നിരിക്കുന്നത്. സോ എന്തായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യാൻ? മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയും. ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഡാറ്റ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. നമ്പർ ഓഫ് വാല്യൂസ് എത്രയാണ് കൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് n ഈക്വൽ ടു 30 കിട്ടി. എന്തായിരുന്നു ഫോർമുല? n/2 ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. സോ നമ്മുടെ നമ്പർ ഓഫ് വാല്യൂസ് എത്രയാണ്? 30 ആണ്. സോ 30/2 എത്രയാണ്? 15. ഓക്കെ, സോ 50 എന്ന് പറയുമ്പോൾ ഇതിൽ 15th ഡാറ്റ വാല്യൂ എത്രയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. സോ 15th ഡാറ്റ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 21. അപ്പൊ നമ്മൾ ഏത് വാല്യൂസ് ആണ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത വാല്യൂസ് ആണ് നമ്മൾ നോക്കണ്ടേ. ഈ വാല്യൂസ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഏത് വാല്യൂസ് ആണ് നോക്കേണ്ടത്? അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തതാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. 15th എന്ന് പറയുമ്പോൾ വാല്യൂ എത്രയാ? 21 ആണ് അല്ലെ. സോ 15th ഡാറ്റ വാല്യൂ എന്ന് പറയുന്നത് 21 ആണ്. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്ത്? തന്നിരിക്കുന്ന ഡാറ്റ സെറ്റ് ആദ്യം അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. അറേഞ്ച് ചെയ്തതിനു ശേഷം നമ്പർ ഓഫ് വാല്യൂസ് എത്രയാണ് കൗണ്ട് ചെയ്തപ്പം n ഈസ് ഈക്വൽ ടു 30 എഴുതി. ഇവിടെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. നിങ്ങൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തതിനു ശേഷം ഇത് മാത്രം നോക്കിയാൽ മതി, ക്വസ്റ്റ്യൻ നോക്കേണ്ട കാര്യമില്ല കേട്ടോ.
കാരണം ബിക്കോസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞല്ലോ. ഓക്കെ, സോ n/2 എങ്ങനെയാണ്? n എത്ര നമുക്ക് കിട്ടിയ 30. സോ n/2 is equal to 30/2 എത്രയാ? 15. സോ 15th ഡാറ്റ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 15th ഡാറ്റ വാല്യൂ 21 ആണ്. ഈ n/2 ആണ് 15. സോ 15th ഡാറ്റ വാല്യൂ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? കൗണ്ട് ചെയ്ത് നോക്കുക. ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ 15th ഡാറ്റ വാല്യൂ 21 വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് n/2 + 1 എന്ന് പറഞ്ഞാൽ n/2 എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി എന്തെന്നറിയാം. n/2 + 1 എന്ന് പറയുമ്പോൾ n/2 നമുക്ക് എന്താണ്? 15 ആണ് അല്ലെ. സോ n/2 + 1 പറയുമ്പോൾ എന്താ? 15 + 1 എത്രയാ? 16. ക്ലിയർ ആയോ? ആദ്യം നമ്പർ ഓഫ് വാല്യൂസ് എന്ന് പറയുമ്പോൾ മൊത്തമായി കൗണ്ട് ചെയ്ത് നോക്കുക. കൗണ്ട് ചെയ്യുമ്പോൾ എത്ര വരും? 30 വരും. നെക്സ്റ്റ് n/2 എന്ന് പറഞ്ഞാൽ എന്താ? n എത്രയാ? 30/2 എത്രയാ? 15. ഓക്കെ, അതേപോലെ 15th ഡാറ്റ പറയുമ്പോൾ ഇതിൽ ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കുക. ജസ്റ്റ് കൗണ്ട് ദ നമ്പേഴ്സ്, then you will get easily. ഓക്കെ, സോ എത്രയായിരുന്നു? 15. ഇനി 15th ഡാറ്റ വാല്യൂ എത്രയായിരുന്നു? 21. ഇനി n/2 + 1 എന്ന് പറയുന്നത് എന്താ? 16. കാരണം എങ്ങനെ 16 കിട്ടിയാൽ? നമുക്ക് n/2 15 ആണ്. n/2 + 1 പറയുമ്പോൾ എന്താ? 15 + 1 16. ഇനി 16th ഡാറ്റ വാല്യൂ എന്ന് പറയുമ്പോൾ ഏതാ? ഇതിൽ 16th ഡാറ്റ വാല്യൂ 15th 21 കിട്ടി. അപ്പൊ 16th എന്താ കിട്ടി? അടുത്ത നമ്പർ എന്താ? 21. സോ 16th ഡാറ്റ വാല്യൂ ഈക്വൽ ടു എത്രയാ? 21. ഇനി മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, എന്തിനാണ് n/2, എന്തിനാ n/2 + 1? നമ്മുടെ ഫോർമുല എന്ന് പറയുമ്പോൾ തന്നെ മീഡിയൻ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? n/2th ഒബ്സർവേഷൻ പ്ലസ് n/2 + 1th ഒബ്സർവേഷൻ ബൈ 2 ആണ്. സോ n/2th ഒബ്സർവേഷൻ പറയുമ്പോൾ നമുക്ക് എന്തെന്നറിയാം? 15th ഡാറ്റ നമുക്ക് n/2 13/2 എത്ര കിട്ടിയ? 50. 15th ഡാറ്റ വാല്യൂ എത്രയായിരുന്നു? 21. ഓക്കെ, സോ 21 പ്ലസ് n/2 + 1th ഒബ്സർവേഷൻ പറഞ്ഞാൽ എന്തായിരുന്നു? n/2 + 1 എത്ര കിട്ടിയ? 16. സോ 16th ഡാറ്റ വാല്യൂ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? 15th ഡാറ്റ വാല്യൂ പറയുമ്പോൾ 21. നെക്സ്റ്റ് 16th ഡാറ്റ വാല്യൂ പറയുമ്പോൾ എന്തായിരുന്നു? 21. സോ 21 + 21 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. കാരണം നമ്മുടെ ഫോർമുല എന്താ? ഹൗ ടു കാൽക്കുലേറ്റ് മീഡിയൻ? മീഡിയൻ ഈസ് ഈക്വൽ ടു n/2th ഒബ്സർവേഷൻ പ്ലസ് n/2 + 1th ഒബ്സർവേഷൻ ആണ്. സോ n/2 എത്രയായിരുന്നു? 15th ഡാറ്റ വാല്യൂ, ദാറ്റ് ഈസ് 21. നെക്സ്റ്റ് 16th ഡാറ്റ വാല്യൂ എന്തായിരുന്നു? 21. കാരണം 15th നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 15th ഡാറ്റ 21 ആണ്. നെക്സ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 16th ഡാറ്റ 21 ആണ്. സോ 15th n/2th ഒബ്സർവേഷൻ n/2ന്റെ ആൻസർ എത്രയാ? 15 അല്ലെ. 15th ഡാറ്റ വാല്യൂ എത്രയാ? 21. സോ 21 + 16th ഡാറ്റ വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര കിട്ടി നമുക്ക്? അതെ, 16th ഡാറ്റ വാല്യൂ 21 ആണ്. ഓക്കെ, എങ്ങനെ 16th ഡാറ്റ വാല്യൂ 16 കിട്ടിയ n/2 + 1 ആണ് 16 അല്ലെ. ദാറ്റ് ഈസ് n/2 പറയുമ്പോൾ 15 ആണ്. 15 + 1 ഈസ് ഈക്വൽ ടു 16. 16th ഡാറ്റ വാല്യൂ എന്ന് പറയുമ്പോൾ 21. സോ 21 + 21 ഡിവൈഡഡ് ബൈ 2. അതേപോലെ നമുക്ക് എത്ര കിട്ടി? 21 + 21 എത്രയാ? 42/2 എന്ന് പറയുന്നത് 21. ഓക്കെ, ഈസി ആയിട്ട് ഒന്നും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ആക്ച്വലി ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ മീഡിയൻ ഫോർ ഓഫ് ഫോളോയിങ് ഡാറ്റ സെറ്റ്? തന്നിരിക്കുന്ന സെറ്റിന്റെ മീഡിയൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അറേഞ്ച് ദ ഡാറ്റ ഇൻ അസെൻഡിങ് ഓർഡർ. ദെൻ just we have to find out that what are the number of values. So n is equal to count ചെയ്ത് നോക്കുക. n is equal to 30. So how will calculate the median formula? For what is the formula for calculating median? Median is equal to n/2th observation plus n/2 + 1th observation divided by 2. So n/2, that is n is equal to 30. n/2 means 30/2 is equal to 50. Just we have to just identify which one is the 15th value. So first of all we have to count the numbers, just like 1 2 3 like. Okay, so 15th number is equal to 21. So after that we have to find out n/2 + 1. So that is n/2, we already know that n/2 the items is 15. So 15 + 1 is equal to 16. Then 16 the data value is, what is that? 21. Okay, so median is equal to, for what is the formula for calculating median? Median is equal to n/2th observation plus n/2 + 1th observation. So n/2 എന്ന് പറയുന്നത് എത്രയാ? 15. Next n/2 + 1th observation പറഞ്ഞാൽ 16 data value. So 15 data value 21. Next 16 data value 20. So 21 + 21 divided by 2 എന്ന് പറയുന്നത് 21 ആണ് അല്ലെ. അതായത് 42 divided by 2. അപ്പൊ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഫസ്റ്റ് എന്തൊക്കെ ഉണ്ടായിരിക്കണം? മീനിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്തായിരുന്നു? സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് അല്ലെ. അതേപോലെ തന്നെ നെക്സ്റ്റ് എന്തായിരുന്നു? മീഡിയൻ ഫോർമുല എന്തായിരുന്നു? ആദ്യം നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കണം. ഫോർമുല ഹൗ ടു കാൽക്കുലേറ്റ് മീഡിയൻ? മീഡിയൻ ഈസ് ഈക്വൽ ടു n/2th ഒബ്സർവേഷൻ പ്ലസ് n/2 + 1th ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്, തെറ്റരുത്. n/2 എന്ന് പറയുമ്പോൾ 21 ആണ്. അതിൽ n/2 + 1 21 ആണ്. അത് ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്, അത് തെറ്റരുത്. ഓക്കെ, സോ മീൻ മീഡിയൻ ഇത് ഏത് സീരീസിലായിരുന്നു? ഇൻഡിവിജ്വൽ സീരീസിലായിരുന്നു. ഇത് ഫുള്ള് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത്. ഓക്കെ, നെക്സ്റ്റ് ആണ് മോഡ്. മോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഐഡന്റിഫൈ ദ മോഡ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ സെറ്റ്. സോ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഐഡന്റിഫൈ ദ മോഡ്. നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സോ എങ്ങനെ മോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രീക്വന്റ് ആയിട്ട് ഒരു നമ്പേഴ്സ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഡാറ്റയിൽ റിപ്പീറ്റ് ചെയ്യുന്നത്, ആ നമ്പറാണ് എന്ത്? മോഡ് അല്ലെ. സോ ലെറ്റ്സ്
റൈറ്റ് ദ ഗിവൺ ഡാറ്റാ സെറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ. ഇപ്പൊ തന്നിരിക്കുന്ന ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അസെൻഡിങ് ഓർഡർ ഒന്ന് അറേഞ്ച് ചെയ്യാം. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് ഒന്ന് കമ്പയർ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ഏതായിരുന്നു 19, അതേപോലെ നെക്സ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക 90. അപ്പൊ ഇവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് 90, നെക്സ്റ്റ് എന്താ 21, നെക്സ്റ്റ് അതേപോലെ റിപ്പീറ്റ് ചെയ്ത് ചെക്ക് ഇവിടെ എന്തുണ്ട് 21 ഉണ്ടോ അല്ലെ. സോ 21 ഉള്ള സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ജസ്റ്റ് നോക്കുക, എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ എന്താ നോക്കണ്ടേന്ന് വെച്ചാല് ആദ്യം ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു നോക്കുക, അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് നോക്കുക. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി, അതൊന്ന് ശരിയാകും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇവിടെ ഒന്ന് നോക്കുക. ഇപ്പൊ നമുക്ക് ലെറ്റസ്റ്റ് റൈറ്റ് ദി ഗിവൺ ഡാറ്റാ സെറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ തന്നിട്ടുണ്ട്. അസെൻഡിങ് ഓർഡറിൽ തന്നിട്ടുള്ള സമയത്ത് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ നോക്കണ്ടെന്ന് വെച്ചാല് ഫസ്റ്റ് എന്തായാലും നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് 19 എഴുതി അല്ലെ. 19 എഴുതിയ ശേഷം പിന്നെ അടുത്ത് എന്തായാലും നോക്കണ്ടേ, നെക്സ്റ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു 19 തന്നെയാണ് അല്ലെ. 19 കഴിഞ്ഞ എന്താണ് 21, അടുത്ത് അതേപോലെ 21 തന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്ത് തന്നിട്ടുണ്ട് 28 ആണ്, 28. അതേപോലെ നെക്സ്റ്റും അതേപോലെ നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എവിടെ റിപ്പീറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും 28. ഓക്കെ, 28 അതേപോലെ ഇവിടെ ഒരു 28 ഉണ്ട്, അതേപോലെ 28. നെക്സ്റ്റ് അതേപോലെ എന്താ 48 ഉണ്ട്, 48. നെക്സ്റ്റ് 59. 59 എവിടെയൊക്കെ തന്നിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. 59ഉം അതേപോലെ ഇവിടെ 59. നെക്സ്റ്റ് എന്തായിരുന്നു 62, അതേപോലെ 62 62 വന്ന് കിടപ്പുണ്ട്. അതേപോലെ നെക്സ്റ്റ് എന്തായിരുന്നു 63, അതേപോലെ 63. ഓക്കെ, ഇനി 66 1, അതേപോലെ 2. നെക്സ്റ്റ് എന്താ ഇവിടെ ഫുൾ ആയി നോക്കുക 3 4, അങ്ങനെ 1 2 3 4 വട്ടം 66 ഉണ്ട്. ഇനി 79, അതേപോലെ നെക്സ്റ്റ് ഒരു 79 കൂടെ 79. ഇനി നെക്സ്റ്റ് അതേപോലെ എന്താ 94ഉം അതേപോലെ നെക്സ്റ്റ് ഐറ്റം എന്തായിരുന്നു നെക്സ്റ്റ് 94. ഓക്കെ, ഈ ഡാറ്റ സീരീസ് നമുക്ക് കാണുമ്പോൾ തന്നെ ജസ്റ്റ് മനസ്സിലാകും എന്തായിരുന്നു തന്നിരിക്കുന്ന ഡാറ്റ സെറ്റിൽ വന്നിട്ട് മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്ന നമ്പർ ഏതാണ് 66 ആണ്. മനസ്സിലായോ? സോ വി ക്യാൻ ഒബ്സർവ് ദാറ്റ് നമ്പർ 66 ആണ് മാക്സിമം നമ്പർ ഓഫ് ടൈംസ് എന്ത് ചെയ്തിരിക്കുന്നത് ഒക്കർ ആവുന്നത്. സോ നമ്മുടെ മോഡ് എന്തായിരുന്നു 66 ആണ്. അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻ, identify the mode for the following data set. First of all, we have to just identify the mode for the following data set. സോ തന്നിരിക്കുന്ന ഡാറ്റ സെറ്റ് എന്ത് ചെയ്തിരിക്കണം, ഫസ്റ്റ് ഓൾ വി ഹാവ് ടു ജസ്റ്റ് അറേഞ്ച് ദ നമ്പേഴ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. നമ്മൾ ആദ്യം എന്ത് ചെയ്തിരിക്കണം അറേഞ്ച് ചെയ്തിരിക്കണം. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ മോഡ്. ഏതാണ് മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്ന നമ്പർ 66 ആണ് അല്ലെ. സോ 66 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എപ്പോഴും മറക്കരുത്, ഡാറ്റ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ആയിരുന്നു ഇപ്പൊ നമുക്ക് ഏതൊക്കെ സീരീസ് ആയിരുന്നു കഴിഞ്ഞ ഇൻഡിവിജ്വൽ സീരീസിൽ ഏതൊക്കെ ആയിരുന്നു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ. അപ്പൊ ആദ്യം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 3. ഏതൊക്കെയാ, മീൻ, മീഡിയൻ, മോഡ്. ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയായിരുന്നു മീൻ കാൽക്കുലേറ്റ് ഫോർമുല മീൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, നെക്സ്റ്റ് മീഡിയൻ. So first of all, the given data set we have to just arrange the data set in ascending order or descending order. Okay, mod എന്ന് വെച്ചാൽ എന്തായിരുന്നു frequently appear number ആയിരുന്നു in a data set. അതാണ് mod എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, അത് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ കറക്റ്റ് ഒരു ഫ്യൂച്ചറിനും നിങ്ങളുടെ ഗ്രോത്തിനും നല്ലൊരു സക്സസ് ആയിട്ട് ഒരു പൊസിഷനിൽ എത്താനും കൂടുതലായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിന് ബേസിക് ആയിട്ടുള്ളതിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സോ കറക്റ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് വി ആർ ഗോയിങ് ടു ജസ്റ്റ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് നമ്മുടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ആണ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ഓക്കെ, ഡിസ്ക്രീറ്റ് സീരീസിൽ ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ ഏതൊക്കെയാ നോക്കിയത്, ഇൻഡിവിജ്വൽ സീരീസിൽ ഫസ്റ്റ് നമ്മൾ നോക്കിയത് ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽ സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, അതിൽ മീൻ നോക്കി, നെക്സ്റ്റ് അതേപോലെ മീഡിയൻ, നെക്സ്റ്റ് അതേപോലെ മോഡ് നോക്കി അല്ലെ. സോ നെക്സ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ മീനിൽ ഇരുന്നിട്ടാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തത്, മീൻ അതേപോലെ മീഡിയൻ അതേപോലെ നെക്സ്റ്റ് മോഡ്. ഇനി അതേപോലെ ഡിസ്ക്രീറ്റ് സീരീസിൽ ഫസ്റ്റ് മീൻ. ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, സിമ്പിൾ ആയിട്ട് ഇൻഡിവിജ്വൽ പറഞ്ഞാൽ നമുക്ക് ഒരു കോളേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു റോയേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ 2 കോളം ഉണ്ടാവും. ഓക്കെ, ഇത് മാത്രം സിമ്പിൾ ആയി മനസ്സിലാക്കി വെച്ചാൽ മതി. സോ ഇൻ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് സീരീസ് ഹൗ ടു കാൽക്കുലേറ്റ് മീൻ മീൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഫോളോയിങ് ഡിസ്ക്രീറ്റ് സീരീസ് യൂസ്. എന്തായിരുന്നു എക്സ്, സെക്കൻഡ് എന്തായിരുന്നു എഫ്, തേർഡ് എന്തായിരുന്നു എഫ് എക്സ്. ഇപ്പൊ എക്സിന്റെ വാല്യൂ 4 തൊട്ട് 12 വരെ എഴുതാം, എഫിന്റെ വാല്യൂ 3 തൊട്ട് 10 വരെ എഴുതാം. ബിക്കോസ് ഇറ്റ് ഇസ് ഓൾറെഡി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അതിനുശേഷം അത് നമ്മൾ എന്താ ഇപ്പൊ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് റോ മോഡൽ തന്നു, എഫ് റോ മോഡൽ തന്നു, നമ്മൾ അങ്ങനെ അങ്ങോട്ട് കോളം മോഡല്. അത് ആക്ച്വലി ഇവിടെ നമുക്ക് വെർട്ടിക്കൽ ആയിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് കോളം മാനറിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് കൺവേർട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, സോ നമ്മളിപ്പോ എന്താ ചെയ്യണം, എക്സ് വന്നിട്ടുണ്ട്, എഫ് വന്നിട്ടുണ്ട്. സോ എക്സ് എഫ് എന്ന് പറയുമ്പോൾ എന്താ എക്സും എഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്താണ് എഫ് എക്സ്. So 4 into 3 is equal to 12, 6 into 2 is equal to 12, 8 into 5 is equal to 40, 10 into 8 is equal to 80, 12 into 10 is equal to 120, 264. മനസ്സിലായോ?
എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എക്സും എഫും തന്നിട്ട് we have to just apply any one of the following methods. So as per our convenience we have to just calculate the method by using mean method ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യാണ്. എക്സ് തന്നിരിക്കുന്ന വാല്യൂസ് ഫൈ നമ്മൾ കോളം ഫോമിൽ നമ്മൾ എഴുതി. എങ്ങനെ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് മീൻ എക്സ് ബാർ. ഇതെന്താ നമ്മൾ റീഡ് ചെയ്യാന്നറിയോ? എക്സ് ബാർ എന്നാണ് കേട്ടോ. എക്സ് അതേപോലെ ഇവിടെ എന്താ മേലിട്ടിരിക്കുന്നത് ബാർ. ഓക്കെ, എക്സ് ബാർ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഫോർമുല? എന്ത് ചെയ്തു നമ്മള്? ഫ്രീക്വൻസിയും എക്സും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻഡു ചെയ്തതിനു ശേഷം ഫുൾ ആയി ടോട്ടൽ ചെയ്യുക. സോ എങ്ങനെയായിരുന്നു ഫോർമുല? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മളിപ്പം മീൻ ആയിരുന്നു കംപ്ലീറ്റ് ചെയ്ത്. സോ ജസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് മീഡിയൻ ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇനി നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ കാൽക്കുലേറ്റ് ദ മീഡിയൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്തായിരുന്നു കഴിഞ്ഞ? മീൻ ആയിരുന്നു കഴിഞ്ഞ്. സോ മീനിന്റെ ഫോർമുല എന്തായിരുന്നു? എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. എഫ് എക്സ് എന്തായിരുന്നു? എഫ് എക്സ് ടോട്ടൽ ചെയ്യുക, അപ്പൊ 264. അതേപോലെ എഫ് ടോട്ടൽ ചെയ്യുക 28. ഓക്കെ, ഇത് ഏത് സീരീസ് ആയിരുന്നു? ഇത് ഡിസ്ക്രീറ്റ് സീരീസ് ആയിരുന്നു. ഇനി നെക്സ്റ്റ് മീഡിയൻ ആണ്. കാൽക്കുലേറ്റ് ദ മീഡിയൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. ഇപ്പൊ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മീഡിയൻ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് എങ്ങനെ എഫ് എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഫസ്റ്റത്തെ എക്സ് ആയിരിക്കും ഫ്രീക്വൻസി ഉള്ളത്, നമ്പേഴ്സ് ഇങ്ങനെ തന്നിട്ടുണ്ടാവും. ഫസ്റ്റത്തെ എക്സ് ആയിട്ടും സെക്കൻഡ് ഫ്രീക്വൻസി ആയിട്ടും കൺസിഡർ ചെയ്യാം. സോ ഫസ്റ്റ് 1000, 2000, 2500, 3000, 4500 ഇത് ഫുള്ളും എന്താ? എക്സ് ആണ്. ഇനി ഫ്രീക്വൻസി ഏതൊക്കെയാ? 6, 12, 9, 14, 8. ഓക്കെ, സോ ഇത് ഫുള്ളും എന്ത് ചെയ്യാം? നെക്സ്റ്റ് നമ്മള് എഫ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി അതേപോലെ തന്നെ ഓൺ ദ സ്പോട്ട് നമ്മൾ ടോട്ടൽ ചെയ്ത് വെക്കാം. സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു 49. അല്ലെങ്കിൽ എൻ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 49 ആണ്. ഓക്കെ, എൻ എന്താ ഡിനോട്ട് ചെയ്യുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. എഫ് എന്തായിരുന്നു? സിഗ്മ എഫ് എത്രയാ? 41. 41 പ്ലസ് 8 49. ഓക്കെ, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വി ഹാവ് ടു ജസ്റ്റ് കാൽക്കുലേറ്റ് ദ മീഡിയൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. സോ ഇൻകം നമ്പർ ഓഫ് വർക്കേഴ്സ് തന്നിട്ടുണ്ട്. ഇൻകത്തിന് എക്സ് ആയി ട്രീറ്റ് ചെയ്യുക, നമ്പർ ഓഫ് വർക്കേഴ്സ് എഫ് ആയി ട്രീറ്റ് ചെയ്യുക. സോ നമ്മൾ ആദ്യം ഫ്രീക്വൻസി ഫുള്ളും ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ആണ് എന്തെന്ന് പറയാ? സിഗ്മ എന്ന് പറയാം. എഫ് എന്തായാലും ഫ്രീക്വൻസി സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു, അതർവൈസ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈസ് ഈക്വൽ ടു 49. ഓക്കെ, ഇത് ഫുള്ളും ടോട്ടൽ ചെയ്യുക. അതാണ് 49. ഇനി സി എഫിന് എന്തായിരുന്നു ഡിനോട്ട് ചെയ്യുക? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. എഫ് നമുക്ക് ഓൾറെഡി വെൽ നൗൺ ആണ്, ഫ്രീക്വൻസി ആണ്. സോ സി എന്താ? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യൂമുലേറ്റീവ് എന്ന് പറയുമ്പോൾ ആഡ് ചെയ്ത് വരിക. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിരിക്കണേ? 6. നെക്സ്റ്റ് 6 പ്ലസ് 12, അതേപോലെ എത്ര? 18. നെക്സ്റ്റ് എന്താണ്? 18 പ്ലസ് 9, അപ്പൊ 27. 27 പ്ലസ് 14 is equal to 41. 14 പ്ലസ് 8 is equal to 49. ഓക്കെ, സോ മീഡിയൻ is equal to നമ്മുടെ ഫോർമുല എന്ന് പറയുമ്പോൾ എന്താ? സൈസ് ഓഫ് n പ്ലസ് 1/2th ഐറ്റം. സോ നെക്സ്റ്റ് മീഡിയൻ is equal to, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് ഒബ്സർവേഷൻ നമുക്ക് എന്തെന്നറിയാം? 49 ആണ് നമുക്ക് ടോട്ടൽ കിട്ടിയത്. സോ 49 പ്ലസ് 1/2th ഐറ്റം. 49 പ്ലസ് 1/2 എന്ന് പറയുമ്പോൾ 49 പ്ലസ് 1 എത്രയാ? 50. 50/2 എത്രയാ? 25th ഐറ്റം. ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് 25 ഉണ്ടോ? നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഫോർമുല എന്താ? ഹൗ ടു കാൽക്കുലേറ്റ് മീഡിയൻ. മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n പ്ലസ് 1/2th ഐറ്റം. നമുക്ക് ഓൾറെഡി നമുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. n ഈസ് ഈക്വൽ ടു 49. വി ഓൾറെഡി ഗെറ്റ് അല്ലെ? സോ നമ്മൾ ഓൾറെഡി ഗോട്ട് ചെയ്ത എമൗണ്ട് ആണ് 49. സോ 49 പ്ലസ് 1 ആണ്. n എത്രയാണ്? 49 പ്ലസ് 1 എന്ന് പറയുമ്പോൾ എത്രയാ? 49 പ്ലസ് 1 50/2 എത്രയാ? 25 ആണ്. 25th ഐറ്റം എന്തായിരുന്നു ഇവിടെ? 6 വരുമോ 25th ഐറ്റം? ഇല്ല. 18 വരുമോ? ഇല്ല. 27 എന്താണ്? ഇൻക്ലൂഡഡ് ആണ്. അതാണ് ഇവിടെ ബോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? 25 6 വരുമോ? ഇല്ല. 18 വരുമോ? ഇല്ല. 27 25 ഇൻക്ലൂഡ് ആകുക അല്ലെ? സോ സിൻസ് 25th ഐറ്റം എന്ന് പറയുന്നത് ഇൻകം എക്സ് ആയി ട്രീറ്റ് ചെയ്യുക, നമ്പർ ഓഫ് വർക്കേഴ്സ് ഫ്രീക്വൻസി ഫുൾ ആയി നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. അതാണ് നമ്മുടെ n, നമ്പർ ഓഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ സിഗ്മ എഫ് എന്ന് പറയുന്നത്. പിന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്യുക? ഓരോന്ന് 1 by 1 ആയി ആഡ് ചെയ്യുക. സോ എന്തായിരുന്നു ഫോർമുല? ഹൗ ടു കാൽക്കുലേറ്റ് ദ മീഡിയൻ ഈസ് ഈക്വൽ ആയിരുന്നു സൈസ് ഓഫ് n പ്ലസ് 1/2th ഐറ്റം. ഓക്കെ, സോ ഇതിൽ എന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ മീഡിയൻ മുന്നേ നമ്മൾ എന്താ ഇൻഡിവിജ്വൽ സീരീസിൽ ചെയ്തെന്ന് വെച്ചാൽ കൺഫ്യൂസ് ആകണ്ട. തന്നിരിക്കുന്ന നമ്പർ എന്ത് ചെയ്തു? ജസ്റ്റ് അസെൻഡിങ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു അല്ലെ? അറേഞ്ച് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ഫോർമുല നമ്മൾ ജസ്റ്റ് n/2th ഒബ്സർവേഷൻ പ്ലസ് n/2 പ്ലസ് 1th ഒബ്സർവേഷൻ ബൈ ഹോൾ ഡിവൈഡഡ് ബൈ 2 ചെയ്തു. പക്ഷെ ഇവിടെ എന്താ നമ്മൾ ചെയ്ത? മീഡിയൻ എന്ന് പറയുമ്പോൾ ഡിസ്ക്രീറ്റ് സീരീസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫോർമുല അപ്ലൈ ചെയ്യണം. സൈസ് ഓഫ് n പ്ലസ് 1/2th ഐറ്റം. ഒന്നുമില്ല, എക്സ്ട്രാ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മാത്രം ചെയ്യണം. എളുപ്പമാണ് കേട്ടോ. അത് ജസ്റ്റ് കറക്റ്റ് ആയി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ആണ് ലാസ്റ്റ് വൺ ഡിസ്ക്രീറ്റ് സീരീസിലെ മോഡാണ്. സോ ഹൗ ടു ഫൈൻഡ് ദ മോഡ് ഫോർ ഡിസ്ക്രീറ്റ് സീരീസ്. ഇപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് വേരിയബിൾ എന്തൊക്കെയാ? 5, 10, 15, 20, 25 തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി 4, 2, 6, 8, 3 തന്നിട്ടുണ്ട് അല്ലെ? ഇവ നമുക്കിവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്കറിയാം. ഇറ്റ് ഈസ് വിസിബിൾ ദാറ്റ് വേരിയബിൾ 20 ആണ് ഇതിൽ എന്താണ് ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇവിടെ എന്താന്ന് പറയുന്നത്? ഇപ്പം
അവിടുത്തെ ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താണ് 42683 8 ആണ് ഫ്രീക്വൻസി അല്ലെ. സോ ഇറ്റ് ഈസ് വിസിബിൾ ദാറ്റ് 20 ഹാസ് എ ഹയസ്റ്റ് ഫ്രീക്വൻസി വാല്യൂ ഓഫ് 8. സോ 20യിലാണ് നമ്മൾ എന്തുള്ളത് ഫ്രീക്വൻസി 8 എന്നുള്ളത്. അപ്പൊ നമ്മുടെ മോഡ് എന്ന് പറയുമ്പോൾ എന്താണ് 20 ആണ്. മനസ്സിലായോ? ആദ്യം നമ്മൾ എന്താണ് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് മോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് പറയുമ്പോൾ ഇതിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി നമുക്ക് ഇവിടെ എന്താണെന്ന് അറിയാം 8 ആണ്. സോ 8ല് അതേപോലെ ഏത് വാല്യൂ ആയിട്ടാണ് വരിക 20 ആണ് 8ൽ വന്ന് നേരായിട്ട് വേരിയബിൾ ഉള്ളത്. സോ ഇറ്റ് ഈസ് വിസിബിൾ ദാറ്റ് എന്താണ് വിസിബിൾ എന്ന രീതിയിൽ നമ്മൾ എന്താ കാണുന്നത് വേരിയബിൾ 20ലാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി വാല്യൂ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മോഡ് എന്ന് പറയുമ്പോൾ എത്രയാണ് 20 ആണ്. ഓക്കെ, നമ്മുടെ വാല്യൂ. സോ ഇത് ഡിസ്ക്രീറ്റ് സീരീസിൽ ഏതൊക്കെയായിരുന്നു വരായിരുന്നു. അതേപോലെ ഫസ്റ്റ് മീൻ എങ്ങനെയായിട്ട് ഹൗ ടു കാൽക്കുലേറ്റ് മീൻ ബൈ discrete in the case of discrete series. So x bar is equal to sigma fx by sigma f. Okay, അതേപോലെ മീഡിയൻ എന്തായിരുന്നു സൈസ് ഓഫ് n plus 1/2 ഐറ്റം എന്തായിരുന്നു എക്സ്ട്രാ വരുന്നത് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, അതേപോലെ ഈ നമ്പേഴ്സ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ മോഡ് എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് ഫ്രീക്വൻസി നോക്കുക, അതിന് നേരെ സ്ട്രൈറ്റ് ഏതാണ് നമ്പർ അതാണ് നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ താങ്ക് യു. M4 ലേണിംഗ് ആപ്പ് നിങ്ങൾ എപ്പോഴും കറക്റ്റ് ആയി ഫോളോ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.